ഫ്രണ്ട്സ്, ബേസിൽസ് ക്രിയേഷൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് കുറച്ച് ദിവസമായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ഫുട്ബോളിൽ നിന്ന് മാറി നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സലാഡ് വീഡിയോ ആണ്. മിക്സഡ് വെജിറ്റബിൾ ഫ്രൂട്ട് സലാഡാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഒരു വെറൈറ്റി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നിവിടെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഉപ്പ് ആവശ്യമുണ്ട്, ഉപ്പ്, പിന്നെ വിനാഗിരി, ഓക്കെ, സുർക്ക എന്നൊക്കെ പറയും അത്, പിന്നെ മുന്തിരി. ഞാനിവിടെ പച്ചമുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരി അങ്ങനത്തെ വേണമെങ്കിൽ ഉപയോഗിക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. പിന്നെ അനാറാണ് ഞാൻ ഇവിടെ വേറെ ഒന്ന് എടുത്തിരിക്കുന്നത്. പിന്നെ ക്യാരറ്റ്, പിന്നെ നമ്മുടെ സ്വന്തം നമ്മുടെ പഴുത്ത നല്ല കിടുക്കാച്ചി മാങ്ങ, പിന്നെ കുക്കുംബർ, പിന്നെ ഉള്ളി എടുത്തിട്ടുണ്ട്, സവാളഗിരി, പിന്നെ നാരങ്ങ, പിന്നെ ഒരു ആപ്പിൾ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്ര ആവശ്യമുള്ളൂ, ഈ കുറച്ച്. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ചെയ്യാം കേട്ടോ. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ നിങ്ങളെ എല്ലാവരും ഇത് കഴിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രിയിൽ നിങ്ങൾ വേറെ ഒന്നും കഴിച്ചില്ലെങ്കിലും ഇത് കഴിക്കണം. കാരണം ഇത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ നമ്മുടെ ഫാസ്റ്റ് ഫുഡൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചാൽ പല പല പ്രശ്നങ്ങളൊക്കെ വരും. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒരു പ്ലേറ്റ് എങ്കിലും ഇത് കഴിക്കണം. ചെറിയൊരു പ്ലേറ്റ് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ നല്ല ശുഭനിദ്രയായിരിക്കും, അത്ര തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മാങ്ങ കട്ട് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ തൊണ്ടൊക്കെ പൊളിച്ചു വെച്ചായിരുന്നു നേരത്തെ. അപ്പോൾ നമുക്ക് മാങ്ങ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കുംബർ കട്ട് ചെയ്യാം. സൈഡിൽ 2 പീസ് നമുക്ക് മാറ്റി വെക്കാം, അതാവശ്യമില്ല. നമ്മൾ കുക്കുംബർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തക്കാളി കട്ട് ചെയ്യാം. ഇതിൻ്റെ ഈ സൈഡും നമുക്ക് ഒന്ന് വെറുതെ കളഞ്ഞേക്കാം. നമുക്ക് ഒരു തക്കാളിയും കൂടെ കട്ട് ചെയ്യാം. നമുക്ക് ഉള്ളി ചെറുതായിട്ടൊന്ന് അരിയാം. നമ്മുടെ മെയിൻ സാധനമാണ് സാലാഡിലെ. അപ്പം മിക്കവാറും കരയും ഞാൻ. ഫ്രണ്ട്സ്, നമ്മൾ ഉള്ളി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ക്യാരറ്റ്, ഇതാ വിനാഗിരി ഒക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേനും കിടുമായിരിക്കും കേട്ടോ ക്യാരറ്റ്. എനിക്ക് ശരിക്കും സലാഡിൽ ഏറ്റവും ഇഷ്ടം ക്യാരറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളത് എൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് എന്തായാലും നിർബന്ധമായും ചെയ്യേണ്ടതാണ്. ഓക്കെ, ഒരു ചെറിയൊരു പീസ് ക്യാരറ്റും കൂടെ മുറിക്കാം. നമുക്കിനി ഒരു കക്കിരിക്കും കൂടെ മുറിക്കാം. കക്കിരിക്കല്ല, കുക്കുംബർ. ചെറുതായിട്ടൊന്ന് മാറിപ്പോകും. ഇനിയാണ് നമ്മുടെ ആപ്പിൾ. നമുക്ക് 4 കട്ട് ചെയ്യാം. അതിനുശേഷം ഒന്നുകൂടെ നടുവ് വെച്ച് കട്ട് ചെയ്യാം. ഇനി നടുവേ കട്ട് ചെയ്ത് ഓരോ പീസായി മാറ്റാം.
ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിൻ കാര്യത്തിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് ഞാൻ കട്ട് ചെയ്തൊക്കെ നിങ്ങൾ കാണിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണുക, എങ്കിലാണ് ഇതിൻ്റെ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്കിനി നോക്കാം, ഇതിൻ്റെ മെയിൻ കാര്യത്തിലേക്ക് പോവാം. ആദ്യം നമുക്ക് കുറച്ച് അനാറെടുക്കാം. അനാറെടുത്ത് പാത്രത്തിലേക്ക് ഇടാം. ഒരു കാരണവശാലും ഇങ്ങനെ കൂട്ടി വെക്കാതിരിക്കുക, വെതറി ഇടുകയല്ല. നമുക്ക് ഇത്ര ഉള്ളതിൻ്റെ ആവശ്യം മതി. ഇനി നമുക്ക് ആപ്പിൾ എടുക്കാം. ആപ്പിള് കുറച്ച് വലിയ കഷ്ണമായി തോന്നും, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. വലിയ വായല്ലേ, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കിനി മാങ്ങയെല്ലാം നമുക്ക് ചെയ്യാം. മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുന്തിരി. ഞാനിവിടെ കുറച്ചായിട്ട് എടുക്കുന്നുള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ള എടുക്കാം. പിന്നെ കുക്കുംബർ ഒരു ഇതിൻ്റെ മെയിൻ സാധനമാണ്. ഇനി തക്കാളി. ഫ്രണ്ട്സ്, ഇപ്പം തന്നെ എനിക്ക് എൻ്റെ അതിലൂടെ കപ്പലൂറുക. ക്യാരറ്റാണ്. പിന്നെ ഇനി നമുക്ക് കുറച്ച് മുളക്, പിന്നെ ഉള്ളി ഇതിൻ്റെ മെയിനാണ്. ഞാൻ ക്യാരറ്റ് ഇച്ചിരി അധികം ഇട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാരറ്റ്. ഉള്ളി നമുക്കിത് മതി. ആ വിനാഗിരി എടുക്കും. ഒരു സെക്കൻഡ് ഗൈസ്, ഇപ്പോൾ വിനാഗിരി വരും. വിനാഗിരി ഒക്കെ നമ്മുടെ മെയിനാണ്. കുരുമുളക് പൊടി, അത് ഉപ്പിടാം നമുക്ക് കുറച്ച്. ഉപ്പത് മതിയാകും, നമുക്ക് നോക്കാം. വിനാഗിരി നമുക്ക് എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് കുരുമുളക് പൊടി. സെറ്റാണ്. ഇനിയാണ് നമ്മുടെ വിനാഗിരി നമ്മൾ എല്ലായിടത്തും കൊള്ളുന്ന വിധത്തിൽ നമ്മളിങ്ങനെ ഒഴിക്കണം. അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ എല്ലായിടത്തും പെട്ടെന്നാവുന്നു. ഫ്രണ്ട്സ്, വിനാഗിരി ഇത് മതിയാവും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്കവാറും ഇതെല്ലാം ഇപ്പം താഴെ പോകാൻ സാധ്യതയുണ്ട്. താഴെ പോയി. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കൂ. പിന്നെ നമ്മൾ ഇതുണ്ടോ, നാരങ്ങ നമുക്ക് വേണമെങ്കിൽ സൈഡിൽ ചെറിയ പീസ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നാരങ്ങ നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുരു നമ്മൾ മെല്ലെ തട്ടിക്കളഞ്ഞിട്ട് വേണം എടുക്കാൻ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കഴിച്ചു എന്ന് വരും. പിന്നെ ഇതാരും കഴിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമ്മൾ നാരങ്ങേൻ്റെ കുരും പതിയെ തട്ടിക്കളഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ സൈഡിൽ 2 വെക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഫ്രണ്ട്സ്? അപ്പോൾ ഇതെൻ്റെ സ്വന്തം പപ്പയുടെ എൻ്റെ അപ്പച്ചനാണ്. അപ്പോൾ അപ്പച്ചൻ ഇന്നിവിടെ കഴിച്ചു നോക്കാൻ പോവാണ്. ഇതെന്റെ കൊച്ചുമോൻ ഉണ്ടാക്കിയതാണ്, നോക്കട്ടെ. എങ്ങനെയുണ്ട് അപ്പച്ച? സംഗതി അടിപൊളിയായി. പപ്പ ഇങ്ങോ കഴിച്ചു നോക്കി നോക്ക്.
ഇതെന്റെ സ്വന്തം പപ്പ. എങ്ങനെയുണ്ട്? അടിപൊളി, കിടുക സൂപ്പർ. ഇതെപ്പോഴാണ് ഉണ്ടാക്കാൻ പറ്റിയ? ഇതൊക്കെ നമ്മൾ പഠിക്കുകയല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി അടുത്തൊരു ദിവസം. അപ്പോൾ